ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മളെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ അടുക്കളയിൽ നിന്നാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് തുടങ്ങുന്നത് ഇപ്പം ടൈം 4:30 ആയിട്ടുള്ളൂ. പുലർച്ചെ 4:30 ആയിട്ടുള്ളൂ കേട്ടോ. അടുക്കളയിൽ കയറുന്ന ടൈമൊന്നും ആയിട്ടില്ല. പിന്നെ ഈ ടൈമിൽ എന്താ അടുക്കളയിൽ പണിയെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ചുടുവെള്ളം വെക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഉമ്മ ഇപ്പം എണീറ്റിട്ടുള്ളൂ. ഇന്നലെ കിടന്നിട്ട് ഇന്ന് പുലർച്ചെ 3:30 എണീക്കണുള്ളൂ. അപ്പോൾ എണീറ്റ പാട് പിന്നെ കുളിപ്പിക്കാനോ ഒന്നും കൊണ്ടുവന്നില്ല. ഫുഡൊക്കെ കൊടുത്തിട്ട് കുറച്ച് നേരം ഇരുത്തിയിട്ട് കൊണ്ടുവരാൻ വിചാരിച്ചു. കുളിക്കണമെന്നെ കണ്ടാൽ കുളിക്കണം എന്നാണ്. പക്ഷെ തീരെ കുറേ നേരം ഫുഡൊന്നും കഴിക്കാണ്ട് അങ്ങനെ കിടന്നതല്ലേ. പിന്നെ ഫുഡൊക്കെ കൊടുത്ത് ഒന്ന് റെഡി ആയിട്ട് ആക്കത്തിൽ കുളിപ്പിക്കാൻ കൊണ്ടുവരാൻ വിചാരിച്ചു. അപ്പോൾ ഈ ടൈമൊക്കെ നല്ല തണുപ്പാണല്ലോ, നമുക്ക് തന്നെ തണുപ്പ് സഹിക്കാൻ വയ്യ. പിന്നെ ഇപ്പം ഉമ്മാൻ്റെ കാര്യം പറയാനില്ലല്ലോ. കുറച്ച് ചുടുവെള്ളമൊക്കെ വെച്ചിട്ട് അങ്ങനെ ചുടുവെള്ളത്തിൽ കുളിപ്പിച്ച് കൊടുക്കാൻ വിചാരിച്ചിട്ട് ചുടുവെള്ളം വെക്കാൻ വേണ്ടിയിട്ട് അടുക്കളയ്ക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡേ മൈ ലൈഫ് എടുക്കാൻ പറ്റുമെന്നൊന്നും തോന്നണില്ല. കാരണം ഇമ്മ എണീക്കാത്ത കാരണം ഞാൻ ഇന്നലൊരു തുള്ളി ഉറങ്ങിയിട്ടില്ല. എപ്പോഴാണ് എണീക്കാച്ചിട്ട് ഇങ്ങനെ കാത്ത് ഇരുന്നിട്ട് ഉമ്മ എണീറ്റത് ഒരു 3:30 കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഉമ്മ എണീറ്റാൽ ഞാൻ ഉറങ്ങിപ്പോവുകയാണെങ്കിൽ ഞാൻ അറിയില്ല. അതാണ് പിന്നെ രാത്രി ഇങ്ങനെ ഉറക്കമൊഴിക്കുന്നത്. അപ്പം പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാണ്ട് കിടക്കുന്നതല്ലേ. എണീറ്റാൽ വിശക്കും, പാവല്ലേ, വിശക്കൊക്കെ ചെയ്യല്ലോ. അപ്പോൾ അതാണ് ഞാനിങ്ങനെ ഉറക്കമൊഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നലെ രാത്രി തുള്ളി ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വ്ളോഗ് ഒരു ഡേ മൈ ലൈഫ് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇൻഷാ അല്ലാ ഇങ്ങനെ ഡെയിലി വീഡിയോ ഒക്കെ ഇട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിൽ ഓളെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയൊക്കെ വേണം കേട്ടോ. അല്ല നമ്മളുടെ വീഡിയോസിൻ്റെ അറിയാമല്ലോ, വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ അപ്പം വരുള്ളൂ. ഇൻഷാ അല്ലാ ഡെയിലി അല്ലെങ്കിൽ ഒന്നരാടം വെച്ചിട്ടെങ്കിലും പറ്റണമാതിരി വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ടും കൂടെ വേണം കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ്. എന്താ അവസ്ഥ? കുളിക്കണ്ടേ? തണുക്കുണ്ടോ? വിറക്കുണ്ടോ? നമുക്ക് തണുപ്പുണ്ടോ? ഞാൻ ഉറങ്ങരുത് കേട്ടാ. ഞാൻ ഉറങ്ങരുത് കേട്ടാ. നല്ല കുട്ടിയാണ്. അങ്ങനെതാ കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമ്മളെ വെള്ളം നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ. ചൂടാവല്ല, തിളക്കന്നെ ചെയ്തിട്ടുണ്ട്. കുളിക്കണ വെള്ളം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയല്ലോ. നമ്മളമ്മച്ച കുളിച്ച് സുന്ദരിയായില്ലേ അമ്മ? ഇവിടെ വരി, അത്ര പുഷിറ്റിയ വരി, ഇവിടെ വരി. ഇത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കാക്ക വാങ്ങിയ അത്തറാണ് കേട്ടോ. ആദിൽ കാതിരി പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു 5-6 ഫ്ലേവർ ഉണ്ട് തോന്നുന്നു. ഒക്കെ നല്ല സ്മെല്ലുള്ള അത്തറുകളാണ്. എന്തിനടുത്തേക്കണത് തേച്ചിക്കണം കേട്ടാ. ക്രീമിങ്ങൾ തേച്ചിക്കണം. അപ്പം ഇതാ നേരൊക്കെ ഇങ്ങനെ വെളുത്ത് വരുന്നുണ്ട് കേട്ടോ.
നമ്മളമ്മച്ചി ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഉമ്മനെ കാണുന്നില്ല ഇറിട്ടായിട്ട്. രാഗി ദോശയുണ്ട്, സാധാ ദോശയുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിന്ന് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഇതാ ഇന്നലത്തെ ബീഫ് കറി. അങ്ങനെ അതാ വാഷ് ചെയ്യാനുള്ളതൊക്കെ മെഷീനിലിട്ട് ഉമ്മക്കൊരു കാൽ ചായയും കൊടുത്തിട്ടാണ്ട് വേഗം ചൂലെടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ അമ്മ നേരത്തെ എണീറ്റ ദിവസമാണല്ലോ. അപ്പോൾ ഇന്നത്തെ നേരത്തെ എണീറ്റ ദിവസങ്ങളിലാണ് ഈ റൂമിൽ മാറാതെ തട്ടാൻ പറ്റുള്ളൂ കേട്ടോ. ഞാനും കിടക്കുന്ന ഈ റൂമിൽ, അല്ലെങ്കിൽ നമ്മൾ അടിച്ച് തുടക്കുന്ന ആ ടൈമിലൊക്കെ ഇമ്മ ഇവിടെ കിടന്ന് ഉറങ്ങുന്ന ടൈമായിരിക്കും. അപ്പോൾ ഈ മാറാല തട്ടലും ജനൽ ക്ലീൻ ചെയ്യലൊന്നും നടക്കൂല. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ഉമ്മ നേരത്തെ എണീറ്റ് പോയിക്കണല്ലോ. അപ്പോൾ ആ പണിയൊക്കെ വേഗം കഴിച്ച് വെക്കുകയാണ്. പിന്നെ ഉമ്മ കിടക്കുന്ന റൂം മാത്രമല്ല കേട്ടോ മാറാല തട്ടുന്നത്, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അകത്തത്തെ ഭാഗങ്ങളൊക്കെ മാറാല തട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ മാറാല തട്ടാൻ സുഖമാണ് കേട്ടോ, കാരണം വലിയ ഉയരമില്ല. പിന്നെ ഇതിൻ്റെ ഇതുപോലത്തെ ഈ ഭാഗങ്ങൾ ഇതിന് തട്ടിഞ്ചില്ല എന്നൊക്കെയാണ് പറയുക, ഒരിട്ട വീട്ടുകാർക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഭാഗം ഈ ഈർക്കിൾ ചൂലേറ്റ് അടിക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആവും കേട്ടോ. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ അകത്തത്തെ ഭാഗങ്ങളൊക്കെ മാറാൽ ഈർക്കിൾ ചൂലേറ്റാണ് കേട്ടോ തട്ടൽ. എന്നാൽ പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാനും പറ്റും, നല്ലോണം ക്ലീൻ ആവുകയും ചെയ്യും. പിന്നെ അത് ആ ഒരു മാറല തട്ടലൊക്കെ കഴിഞ്ഞപ്പോൾ മറ്റേ ബെഡും റെഡിയാക്കി ഇടുന്നുണ്ട് കേട്ടോ. കാരണം നേരത്തെ എണീറ്റാണല്ലോ, എപ്പോഴാണ് ഉറക്ക് വരുന്നതെന്ന് പറയാൻ കഴിയില്ല. ഉറക്ക് വന്നാൽ പിന്നെ ആളെ തീരെ പിടിച്ചാൽ കിട്ടൂല കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഇട്ട് റെഡിയാക്കി കൊടുത്താൽ പിന്നെ നേരെ കൊടുന്ന് കിടത്തിയാൽ മതിയല്ലോ. അപ്പോൾ ഇതാ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച്, പിന്നെ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ ഡ്രൈ ഷീറ്റ് വിരിക്കുന്നത് ബെഡ്ഷീറ്റിലേക്ക് മൂത്രാവാണ്ടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പകലൊക്കെ കിടത്തുമ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഒറ്റ ബെഡ്ഷീറ്റ് വിരിച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് കിടത്താൻ ഒരു ബെഡ്ഷീറ്റ്, പിന്നെ രാത്രി വേറെ വിരിക്കേണ്ടി വരും, അങ്ങനെയൊക്കെ. ഇതാവുമ്പോൾ ഡ്രൈ ഷീറ്റ് വിരിച്ചിട്ട് കിടത്തുമ്പോൾ ബെഡ്ഷീറ്റിലേക്ക് അങ്ങനെ മൂത്രാവില്ല കേട്ടോ. പിന്നെ 3-4 മൂത്രമൊക്കെ വലിയ ആളെ ഇതും കൂടെ അല്ല, മൂത്രം കുറേ വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ 3-4 പ്രാവശ്യമൊക്കെ ഒഴിക്കുമ്പോൾ അതിൽ കിടക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ലീക്കാവല്ലോ തുടങ്ങും കേട്ടോ. എല്ലാത്തിനൊരു പിടിച്ച് നിർത്താനൊരു കപ്പാസിറ്റി ഉണ്ടാവുമല്ലോ. പിന്നെ ഞാൻ ബെഡ് ഫുള്ള് ഇടുന്ന അങ്ങനത്തെ ഇതുപോലത്തെ ഡ്രൈ ഷീറ്റ് ഉണ്ടല്ലോ, അതാണ് ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ചത്. പക്ഷെ കാക്ക കൊടുക്കുന്നത് ഇങ്ങനത്തതാണ് കേട്ടോ. ഇതുപോലെ ഹാഫ് വരെ ഇടാൻ പറ്റണുള്ളൂ. അപ്പോൾ ഫുള്ളുള്ളത് കിട്ടോളം ഇതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. അത് കഴിഞ്ഞപ്പോഴേക്കും ഇതാ ഒന്ന് കഴിഞ്ഞ് ഒന്ന് അങ്ങനെ പോവുകയാണ് പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞപ്പോഴത്തേനും എല്ലായിടത്തൊന്ന് അടിച്ചേരിയിട്ട് തുടക്കാമെന്ന് വിചാരിച്ചു. കാരണം മാറാലൊക്കെ തട്ടിയോണ്ട് നല്ലോണം അകത്തൊക്കെ നല്ലോണം കച്ചറുണ്ട്. അപ്പോൾ അതാ വേഗം തന്നെ അടിച്ചേരി തുടക്കുകയാണ് കേട്ടോ. ഈ ടൈമിലൊക്കെ അമ്മനെ മുന്നേരത്തെ ഇരുത്തിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നല്ല കുട്ടിയായിട്ട് ഇരുന്ന് തരുന്നുണ്ട് ഞാൻ ഈ പണിയൊക്കെ എടുക്കുന്ന ആ ടൈമിൽ. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ലൈക്കും കമൻറ്റൊക്കെ തരുമ്പോഴാണ് യൂട്യൂബ് കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ വീഡിയോ എത്തിച്ച് കൊടുക്കുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. എന്തിയാ ഈ രാവിലെ ഇരിക്കൽ തുടങ്ങിയിരിക്കണല്ലോ, നീക്കണില്ലേ? ഇല്ലേ നീച്ചൊക്കെ നടക്കാൻ പറ്റൂല കേട്ടാ. നീച്ചാല് കുറച്ചു നേരം നടക്കാം. ഇതാ ക്ലീനിങ് പരിപാടി കഴിഞ്ഞു കേട്ടോ, വലിയ ആശ്വാസമായി. ഇനി കിച്ചണുണ്ട്, ഫുഡിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് തീർക്കോളും. കുക്കിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ചോറ് വാർത്തച്ചിട്ടുണ്ട്, ഉപ്പേരി,
മീൻകറി ഫ്രിഡ്ജില. പിന്നെ മത്തി മുളക് ഇട്ടോ കൊണ്ടുണ്ട് കേട്ടോ.